ഹായ് മക്കളെ, വെൽക്കം ടു ലീഡ്സ് അക്കാഡമി സ്മാർട്ട് പ്ലസ്. അപ്പോൾ ടീച്ചർ വന്നിരിക്കുന്നത് ഇന്ന് നമുക്ക് 8ാം ക്ലാസ്സുകാർക്ക് നമ്മുടെ ഓണപരീക്ഷയാണ്. അപ്പോൾ ബയോളജി നമുക്കൊന്ന് റിവിഷൻ ചെയ്യാം അല്ലേ? ബയോളജി റിവിഷൻ ചെയ്യാം. നമുക്ക് ബയോളജിയിൽ 2 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത് ഓണപരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ 2 ചാപ്റ്റേഴ്സ് ടീച്ചറിന്റെ കൂടെ കൂടിയിട്ട് പഠിക്കാൻ നിങ്ങൾ സെറ്റ് അല്ലേ? ഓക്കെ, ബാ ടീച്ചർ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരും എന്നൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ അതനുസരിച്ച് മക്കൾ പഠിച്ചിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യണം കേട്ടോ. ബയോളജിക്ക് നമുക്ക് ഫുൾ മാർക്ക് ആയിരിക്കണം ലക്ഷ്യം. ഓക്കെ, നിങ്ങൾ സെറ്റ് അല്ലേ? ഓക്കെ വാ, അപ്പൊ നമുക്ക് തുടങ്ങാം. നമ്മുടെ ബയോളജിന്റെ ഫസ്റ്റ് ചാപ്റ്റർ എന്താണ്? ലൈഫ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചേംബർ, കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യം അല്ലേ? ഫസ്റ്റ് ചാപ്റ്ററിൽ എന്താ പറയുന്നത്? ദ ബോഡി ഓഫ് ഓൾ ഓർഗാനിസംസ് ഈസ് മേഡ് അപ്പ് ഓഫ് സെൽസ് അല്ലേ? കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് ജീവശരീരം എന്ന് പറയുന്നത് അല്ലേ? ശരീരം എന്ന് പറയുന്നത് എല്ലാ ഓർഗാനിസംസിന്റെ ശരീരം എന്ന് പറയുന്നത് കോശങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. പിന്നെയോ നമ്മൾ ഈ കോശങ്ങള് കാണാൻ വേണ്ടി, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ വേണ്ടി പറ്റൂല അല്ലെ? അപ്പൊ കോശങ്ങളെ നമ്മൾ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ആരെയാണ്? മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കോശങ്ങളെ കാണുന്നത് അല്ലെ? മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ടാണ് കോശങ്ങളെ നമ്മൾ വീക്ഷിക്കുന്നത്. ദെൻ മൈക്രോസ്കോപ്പ് പിന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് മൈക്രോസ്കോപ്പ്. ഒന്നിൽ കൂടുതൽ ലെൻസ് ഉള്ള മൈക്രോസ്കോപ്പിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് വിളിക്കൂ അല്ലെ? പിന്നെ മൈക്രോസ്കോപ്പിന്റെ പാർട്സ് ഉണ്ട്. മൈക്രോസ്കോപ്പിന്റെ പാർട്സുകൾ നിങ്ങൾക്ക് കറക്റ്റ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. മൈക്രോസ്കോപ്പിന്റെ പാർട്സുകൾ ഓരോന്നായിട്ട് പഠിച്ചിരിക്കണം. അതിന്റെ ഫങ്ഷൻസും എന്ത് ചെയ്തിരിക്കണം? അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് ചിലപ്പോൾ ഫംഗ്ഷൻ തന്നിട്ട് ഇത് ഏത് പാർട്ടാണെന്ന് കണ്ടുപിടിക്കാനായിരിക്കും തരിക. അപ്പൊ എന്ത് ചെയ്യണം? കറക്റ്റ് ഫംഗ്ഷൻ ഏതാണെന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് 1 വേർഡിന് മാർക്ക് വാങ്ങിക്കൂടെ? സിമ്പിൾ. അപ്പൊ നിങ്ങൾ അതെങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. മൈക്രോസ്കോപ്പും അതിന്റെ പാർട്സും അതിന്റെ ഫംഗ്ഷനും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരിക്കണം. പിന്നെയുള്ളതാണ് നമുക്ക് കുറച്ച് ഹിസ്റ്ററി ആയി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആരാണ് ന്യൂക്ലിയസ്, സെന്റർ ഓഫ് ദ സെൽ എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണെന്നും പിന്നെ അത് ആരാണ് കണ്ടുപിടിച്ചത്, ഏത് ഇയറിലാണെന്നൊക്കെ ഉള്ളത് മക്കൾ പഠിച്ചിരിക്കും. റോബർട്ട് ബ്രൗൺ എന്താണ്? റോബർട്ട് ഹുക്ക് ആണ് ആദ്യമായിട്ട് സെല്ലിനെ വീക്ഷിച്ച ആള് അല്ലെ? ആദ്യമായിട്ട് സെല്ലിനെ വീക്ഷിച്ചത് ആരാണ്? റോബർട്ട് ഹുക്ക് ആണ്. 1 വേർഡിന് ചോദിക്കാം. അതേപോലെ തന്നെ റോബർട്ട് ബ്രൗണോ? ഡിസ്കവേർഡ് ആൻഡ് നെയിം ദ സെന്റർ ഓഫ് സെൽ ആസ് ന്യൂക്ലിയസ്. സെല്ല്, കോശത്തിന്റെ സെന്റർ എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണെന്ന് കണ്ടുപിടിച്ചത് ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ്. അതേപോലെ തന്നെ MJ ഷ്ലീഡൻ ആണ് പ്ലാന്റ് ബോഡി ഈസ് മേഡ് അപ്പ് ഓഫ് സെൽസ്, പ്ലാന്റ് സെൽസ്, സസ്യ ശരീരവും കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്ന് കണ്ടുപിടിച്ചത് ആരാണെന്ന്? MJ ഷ്ലീഡൻ. അതേപോലെ തന്നെ തിയോഡർ ഷ്വാൻ എന്താണ്? ദ ബോഡി ഓഫ് ആനിമൽസ് ഈസ് മേഡ് അപ്പ് ഓഫ് സെൽസ്, അതായത് ന്യൂ സെൽസ് അറൈസസ് ഫ്രം എക്സിസ്റ്റിംഗ് സെൽസ്, അതായത് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് പഴയ കോശത്തിൽ നിന്ന് തന്നെ കോശ വിഭജനം നടന്നുകൊണ്ടാണെന്ന് കണ്ടുപിടിച്ചത് റുഡോൾഫ് റിച്ചോ ആണ് അല്ലേ? ഓക്കെ ആണല്ലോ? ഈ കാര്യങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. ഓരോരുത്തരുടെ പേരും അവരുടെ കണ്ടുപിടുത്തങ്ങളും പഠിച്ചിരിക്കണം. പിന്നെയുള്ളതാണ് സെൽ തിയറി, കോശ സിദ്ധാന്തം. എന്താണ് കോശ സിദ്ധാന്തം? കോശ സിദ്ധാന്തത്തിൽ എന്താ പറയുന്നത്? ആരാ കോശ സിദ്ധാന്തം കണ്ടുപിടിച്ചേ? MJ ഷ്ലീഡനും തിയോഡർ ഷ്വാനും കൂടിയാണ് കോശ സിദ്ധാന്തം ഫോർമുലേറ്റ് ചെയ്തത്. കോശ സിദ്ധാന്തത്തിൽ എന്താണ് പറയപ്പെടുന്നത്? ദ ബോഡി ഓഫ് ഓൾ ഓർഗാനിസംസ് ഈസ് മേഡ് അപ്പ് ഓഫ് സെൽ, എല്ലാ ജീവജാലങ്ങളുടെയും ശരീരം എന്ന് പറയുന്നത് കോശങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണെന്നാണ് കോശ സിദ്ധാന്തം അല്ലെങ്കിൽ സെൽ തിയറിയിൽ മുന്നോട്ട് വെക്കുന്ന ആശയം. പിന്നെ എന്താണ് പറയുന്നത് പഠിക്കാനുള്ളത്? ഫങ്ഷൻസ് ഓഫ് സെൽ, സെൽസിന്റെ ധർമ്മങ്ങൾ അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. റെസിസ്റ്റൻസ് ദ ഫോറിൻ പാർട്ടിക്കിൾ, സിന്തസിസ് ഓഫ് ബയോമോളിക്യൂൾസ്, റിലീസ് എനർജി ഫ്രം ന്യൂട്രിയൻസ് അല്ലെ? വസ്തുക്കളെ പ്രതിരോധിക്കുന്നു, ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു, പോഷകങ്ങളിൽ നിന്ന് ഊർജത്തെ സ്വതന്ത്രമാക്കുന്നു. ഇത് 3ഉമാണ് ഫങ്ഷൻസ് ഓഫ് സെൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ്, ഇതെന്താണ് സാധനം? ഇത് പ്ലാന്റ് സെൽ ആണല്ലേ? പ്ലാന്റ് സെൽ, സസ്യകോശമാണ് ഈ തന്നിരിക്കുന്നത്. സസ്യകോശം എങ്ങനെയാണ്? സസ്യകോശം വരയ്ക്കാനുള്ളത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ സസ്യകോശത്തിന്റെ ചിത്രം തന്നിട്ട് അത് റീഡ്രോ ചെയ്യാനായിരിക്കും. എന്ത് ചെയ്യും? ഒന്നും കൂടെ നിങ്ങൾ വരയ്ക്കേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ ചില ഫങ്ഷൻസ് തന്നിട്ട് അത് ഏത് ഭാഗങ്ങളാണെന്ന് കണ്ടുപിടിച്ച് ലേബൽ ചെയ്യാനൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ചോദിക്കുക. അപ്പോൾ സസ്യകോശത്തിന്റെ ഓരോ ഭാഗങ്ങളും പ്രധാനപ്പെട്ടതാണ്. ഓരോ ഭാഗത്തിന്റെയും ഒരു ധർമ്മമെങ്കിലും എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഒരു ധർമ്മമെങ്കിലും പഠിച്ചു വെക്കുക. അതനുസരിച്ച് എന്ത് ചെയ്യുക? ലേബൽ ചെയ്യാനും പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ ഏതിൻ്റെയെങ്കിലും, ഇതിലിപ്പോ ഏതൊക്കെ പാർട്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലെ? അപ്പൊ ഏതെങ്കിലും ഒരു പാർട്സിന്റെ ഒരു ധർമ്മമായിരിക്കും തന്നിട്ടുണ്ടാകുക. അപ്പോൾ അത് ഏത് ഭാഗമാണെന്ന് കണ്ടുപിടിച്ച് അതായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട വരിക? അടയാളപ്പെടുത്തി കൊടുക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ എല്ലാ ഭാഗത്തിന്റെയും ധർമ്മങ്ങളും അത് അടയാളപ്പെടുത്താനും പഠിച്ച് വെക്കേണ്ടതാണ്. ഇത് പ്ലാന്റ് സെല്ലിന്റെ പാർട്സ് ആണ് അല്ലേ? നിങ്ങൾക്ക് അറിയായിരിക്കും. ഇതാരാണ്? മൈറ്റോകോൺഡ്രിയ. ഇതോ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. ഇത് റൈബോസം ആണെന്നും
ഇത് ഫേനം അല്ലെങ്കിൽ വാക്യൂൾ ആണെന്നും ഇതെന്താണ് ഗോൾഗി കോംപ്ലക്സ് അല്ലെ. ഈ ഫേനത്തിന് മാത്രമാണ് മലയാളത്തിൽ ഫേനം എന്നും വാക്യൂൾ ഇംഗ്ലീഷിൽ വാക്യൂൾ എന്നും മലയാളത്തിൽ ഫേനം എന്നും പറയുന്നതുള്ളൂ. ബാക്കിയെല്ലാം ഇംഗ്ലീഷ് നാമങ്ങൾ തന്നെയാണ് അല്ലെ. മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസം, ഗോൾഗി കോംപ്ലക്സ് എന്ന് തന്നെയാണ് നമ്മൾ മലയാളത്തിൽ എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ ധർമ്മം പഠിച്ചു വെക്കണം. അതുപോലെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൽ നിന്ന് ചോദ്യം ചോദിക്കാതെ ഇതിൽ ഏതിലെങ്കിലും ആരുടെയെങ്കിലും ഒരു ഫിഗർ ആയിരിക്കും തന്നിട്ടുണ്ടാവുക, പിക്ചർ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. ഇത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും ഇതിന്റെ ഒരു ധർമ്മം എഴുതാനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇത് എന്തായാലും പഠിച്ചു വെക്കുക. ഇവരെ തമ്മിൽ മാറിപ്പോവരുത് കേട്ടോ. റൈബോസത്തിന് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്നും മൈറ്റോകോൺട്രിയനെ റൈബോസം എന്നൊന്നും എഴുതി വെക്കരുത് കേട്ടോ. അപ്പോൾ കറക്റ്റ് പഠിച്ച് വെക്കുക. പിന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ്, അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ന്യൂക്ലിയസ്. നമുക്കറിയാം സെല്ലിന്റെ സെന്റർ എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിന്റെ ഭാഗങ്ങളും ഇമ്പോർട്ടന്റ് തന്നെയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ന്യൂക്ലിയസിന്റെ ഫിഗർ ആയിരിക്കും ചോദിക്കാവുന്നത്. എന്നിട്ട് ഏത് ഭാഗമാണെന്നുള്ളത് അടയാളപ്പെടുത്തേണ്ടതായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഈ ഫിഗർ മൊത്തത്തിൽ തരുമായിരിക്കും. എന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു കോളം കാലിയായിട്ടായിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുന്ന ഈ ഭാഗം എന്ത് ചെയ്യും, കട്ട് ചെയ്തിട്ടുണ്ടാവും. അത് ഫില്ല് ചെയ്യേണ്ടത് നമ്മളായിരിക്കും. അപ്പൊ അതനുസരിച്ച് മക്കൾ പഠിച്ചു വെക്കണം. ചിലപ്പം ഇങ്ങനെ ഒരു മാർക്കിംഗ് മാത്രമേ തന്നിട്ടുണ്ടാവുള്ളൂ. അത് ഏത് ഭാഗമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഓരോ ഭാഗം ന്യൂക്ലിയസിന്റെ ഭാഗങ്ങൾ ന്യൂക്ലിയർ പ്ലാസം, ന്യൂക്ലിയോലസ്, ന്യൂക്ലിയർ പോർ, അതേപോലെ തന്നെ ക്രൊമാറ്റിൻ റെക്ടിക്കുലം, ന്യൂക്ലിയർ മെംബ്രെയിൻ, ഈ ഭാഗങ്ങളും പഠിച്ചു വെക്കണം. ഇതിന്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ച് വെക്കണം. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ആനിമൽ സെൽ. ദെൻ ആനിമൽ സെല്ലിലെ പാർട്സുകൾ അതേപോലെ തന്നെ സസ്യകോശം പഠിക്കുന്നത് പോലെ തന്നെ ആനിമൽ സെല്ലും ജന്തുകോശവും പഠിച്ചു വെക്കണം. ഓരോ ഭാഗങ്ങളും പഠിച്ചു വെക്കണം. എവിടെയാണ് ഓരോ ഭാഗങ്ങൾ എന്നുള്ളതും അറിഞ്ഞിരിക്കണം. ഇവരുടെ ഭാഗങ്ങളും എന്ത് ചെയ്ത് ആനിമൽ സെല്ലിന്റെ ജന്തുകോശത്തിന്റെ ഭാഗങ്ങളും തമ്മിൽ മാറിപ്പോകാൻ പാടില്ല. സസ്യകോശത്തിൽ ചോദിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ എന്ത് ചെയ്യാം, ഈ ആനിമൽ സെല്ലിനെ ബേസ് ചെയ്തിട്ടും ചോദിക്കാം. പിന്നെ മെയിൻ ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് സസ്യകോശത്തിലും ജന്തുകോശത്തിലുമുള്ള വ്യത്യാസം ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഞാൻ പറഞ്ഞു തരണോ? സസ്യകോശത്തിൽ എന്തൊക്കെ കാണാം, അതേപോലെ തന്നെ ജന്തുകോശത്തിൽ ഇതിൽ രണ്ടിലും കൂടി ഉള്ളത് ഏതൊക്കെയാണ് എന്നുള്ളതും നിങ്ങൾക്ക് അറിയാം. ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്നതാണ് സെൻട്രോസോം, ലൈസോസം. സെൻട്രോസം ആൻഡ് ലൈസോസം ഇമ്പോർട്ടന്റ് ആണ് മക്കള്, അത് പഠിച്ചിരിക്കണം. ഈ ഡയഗ്രാം ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. നമുക്ക് പഠിക്കാനുള്ളതായിരുന്നു പ്രോകാരിയോട്ടും യൂകാരിയോട്ടും. പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ്. എന്തായിരുന്നു പ്രോകാരിയോട്ട്? പ്രോകാരിയോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു മക്കളെ? ചില ജന്തുക്കളുടെ അല്ലെങ്കിൽ ചില ബാക്ടീരിയകളുടെ സെൽസിൽ എന്തില്ല, ന്യൂക്ലിയസ് കാണപ്പെടാറില്ല അല്ലെ. ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഉണ്ടാവാറില്ല. അങ്ങനെയുള്ള ജന്തുക്കളെയാണ് നമ്മൾ പ്രോകാരിയോട്സ് എന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കും? പ്രോകാരിയോട്സ് എന്ന് പറയുന്നത്. നോ ന്യൂക്ലിയസ് ഈസ് സീൻ. അങ്ങനെയുള്ള ഓർഗാനിസത്തിനെയാണ് നമ്മൾ പ്രോകാരിയോട്സ് എന്ന് വിളിക്കുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് ബാക്ടീരിയ, സൈനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ. തെറ്റിപ്പോവരുത്. അങ്ങനെയാണെങ്കിൽ യൂകാരിയോട്ട് എന്തായിരിക്കും? സെൽസില്, അതായത് ആ ജന്തുക്കളുടെ സെൽസില് എന്തുണ്ടാകും? ന്യൂക്ലിയസ് ഉണ്ടാകും. വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ടാകും. അങ്ങനെയുള്ളതിനെ എന്തെന്ന് വിളിക്കും? യൂകാരിയോട്ട് എന്ന് വിളിക്കും. അതിന് എക്സാമ്പിൾസ് അമീബ, ആനിമൽസ്, പ്ലാന്റ്സ്. നമ്മളൊക്കെ യൂകാരിയോട്ടിൽ പെടുന്നവരാണ് അല്ലെ. നമ്മുടെ സെൽസിൽ എന്തുണ്ട്? വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട്. വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉള്ള, മർമ്മമുള്ള എല്ലാത്തിനെയും നമ്മൾ എന്തെന്ന് വിളിക്കും? യൂകാരിയോട്ട് എന്നാണ് വിളിക്കുന്നത്. ഇതിന്റെ എക്സാമ്പിൾ അമീബ, ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ഓഡ് വൺ ഔട്ട് എന്നായിരിക്കും ചോദിക്കുക. അതായത് ബാക്ടീരിയ, മൈക്കോപ്ലാസ്മ, സൈനോബാക്ടീരിയ, കൂടെ പ്ലാന്റ്സ് ഒന്നും കൂടെ തന്നിട്ടുണ്ടാവും. ഇതിൽ ഒറ്റയാനെ കണ്ടുപിടിക്കാനായിരിക്കും തരിക. ഒറ്റയാനെ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കാം? യൂകാരിയോട്ട് ഒറ്റയാനെ കണ്ടുപിടിച്ച് ബാക്കിയുള്ളതിന്റെ കോമൺ ഫീച്ചർ എന്താണെന്ന് ചോദിക്കാം അല്ലേ. ഇതിൽ ആരാണ് ഒറ്റയാനുള്ളത്? പ്ലാന്റ് ആണ് അല്ലെ. പ്ലാന്റ് എന്ന് പറയുന്നത്, പ്ലാന്റ് സെൽ എന്ന് പറയുന്നത് ഒരു യൂകാരിയോട്ട് ആണ്. ബാക്കി എല്ലാവരും എന്താണ്? പ്രോകാരിയോട്ട് ആണ്. അങ്ങനത്തെ ചോദ്യം ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വൺ വേർഡിന് ഷുവർ ആയിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. പിന്നെ നമുക്ക് അപ്പൊ മക്കളെ നമുക്കിനി അടുത്ത് പഠിക്കാനുള്ളതാണ് പ്ലാസ്റ്റിഡ്സ് അല്ലെങ്കിൽ ജൈവകണങ്ങൾ. അതായത് പ്ലാന്റ് സെൽസിൽ കാണപ്പെടുന്നതാണ് പ്ലാസ്റ്റിഡ്സ് അല്ലെങ്കിൽ ജൈവകണം എന്ന് പറയുന്നത്. ജൈവകണങ്ങൾ 3 തരത്തിലാണുള്ളത്: ക്രോമോപ്ലാസ്റ്റ്, ക്ലോറോപ്ലാസ്റ്റ്, ലൂക്കോപ്ലാസ്റ്റ്. അതായത് ക്രോമോപ്ലാസ്റ്റിനെ നമ്മൾ വർണ്ണകണം എന്ന് പറയും, ക്ലോറോപ്ലാസ്റ്റിനെ ഹരിതകണം എന്ന് പറയും, ലൂക്കോപ്ലാസ്റ്റിനെ ശ്വേതകണം എന്നും പറയും. ഈ ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഫ്രൂട്ട്സിനും ഫ്ലവേഴ്സിനും, അതായത് പഴങ്ങൾക്കും പൂവുകൾക്കും കളർ കൊടുക്കുന്നത് ആരാണ്? ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ജൈവകണമാണ്. അതേപോലെ തന്നെ സാന്തോഫിൽ എന്ന് പറയുന്ന പിഗ്മെന്റ് ആണ് യെല്ലോ കളർ കൊടുക്കുന്നത് അല്ലെ. നമ്മൾ
പഴത്തിനൊക്കെ യെല്ലോ കളർ കൊടുക്കുന്നത് ഏതാണ്? സാന്തോഫിൽ എന്ന് പറയുന്ന പിഗ്മെന്റ് ആണ്. യെല്ലോയിഷ് ഓറഞ്ച് കൊടുക്കുന്നത് ഏതാണ്? കെറോട്ടിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ആണ്. ആന്തോസൈനിൻ ഏതാണ് കൊടുക്കുന്നത്? റെഡ് ആൻഡ് പർപ്പിൾ കളറാണ് ആന്തോസൈനിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് കൊടുക്കുന്നത്. ദെൻ ഇതിൽ നിന്ന് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സാന്തോഫിൽ എന്ന് തന്നിട്ടുണ്ടാകും. അതിന്റെ കളർ ഏത് കളറാണ് സാന്തോഫിൽ നൽകുന്നതെന്നും തന്നിട്ടുണ്ടാകും. ദെൻ ഇനി കെറോട്ടിൻ എന്ന് തന്നിട്ടുണ്ടാകും. ഏത് കളറാണെന്നുള്ളത് ബ്ലാങ്ക് ആയിട്ടായിരിക്കും ഉണ്ടാകുക. അപ്പൊ നിങ്ങൾ അത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്തു നിന്നും വരാൻ സാധ്യതയുള്ളത്. അതേപോലെ തന്നെ ക്ലോറോപ്ലാസ്റ്റ് ഏതാണ്? ഹരിതകണം അല്ലെ? ക്ലോറോപ്ലാസ്റ്റ് ഹരിതകണമാണ്. അതായത് ഫ്രൂട്ട്സ് ഫ്ലവേഴ്സ് ഒക്കെ മെച്യൂർ ആകുമ്പോൾ ഈ ക്ലോറോപ്ലാസ്റ്റ് എന്നുള്ളത് എന്താകും? ക്രോമോപ്ലാസ്റ്റ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യും. അങ്ങനെയാണ് എന്താകുന്നത്? പഴങ്ങൾക്ക് മധുരവും അതേപോലെ തന്നെ കളറിൽ ചേഞ്ചസ് വരുന്നത്. പഴങ്ങൾ പഴുത്ത് കഴിയുമ്പോൾ കളർ മാറുമല്ലോ. അതിനൊക്കെ കാരണം ഈ ക്ലോറോപ്ലാസ്റ്റ് ക്രോമോപ്ലാസ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നതാണ്. അതേപോലെ തന്നെ ലൂക്കോപ്ലാസ്റ്റിന് സ്പെസിഫിക് ആയിട്ടൊരു കളർ ഇല്ല. ഇതൊക്കെയാണ് നമ്മൾ പ്ലാസ്റ്റിഡ്സിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോവാം. സെൽ ക്ലസ്റ്റേഴ്സ് അല്ലെങ്കിൽ കോശജാലകങ്ങളിലൂടെ അല്ലെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ പഠിച്ചു മനുഷ്യ ശരീരം കോടിക്കണക്കിന് കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണെന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന പല ടൈപ്പ് സെൽസ്, ഏതൊക്കെ സെൽസിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്? ബ്ലഡ് സെൽസിനെ രക്തകോശങ്ങൾ എന്ന് പറയും. നാഡി സെൽസ് അല്ലെ, നാഡി കോശങ്ങൾ അല്ലെങ്കിൽ നെർവ് സെൽസ് എന്ന് പറയും. ബോൺ സെൽസ് അസ്ഥി കോശങ്ങൾ. പിന്നെയോ മസിൽ സെൽസ് അല്ലെ, പേശി കോശങ്ങൾ. അങ്ങനെ നമ്മൾ പല ടൈപ്പ് സെൽസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു. പിന്നെ ഏതാണ് നമ്മൾ പഠിക്കുന്നത്? ടിഷ്യൂ. എന്തായിരുന്നു ടിഷ്യൂസ് അല്ലെങ്കിൽ കലകൾ? ഒരേ കോശത്തിൽ നിന്ന് രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ കോശങ്ങളുടെ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ ടിഷ്യൂ എന്ന് പറയുന്നത് അല്ലെ. ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ്. ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ് എന്ത്? ടിഷ്യൂ എന്ന് പറയുന്നത്. ആ ഗ്രൂപ്പ് ഓഫ് സെൽസിന് എന്താണ്? അവരുടേതായ ധർമ്മം ഉണ്ടാകും. ആനിമൽ ടിഷ്യൂസ് ഏതൊക്കെയായിരുന്നു? എപ്പിത്തീലിയൽ ടിഷ്യൂ, നെർവസ് ടിഷ്യൂ, പിന്നെ മസ്കുലർ ടിഷ്യൂ ആൻഡ് കണക്റ്റീവ് ടിഷ്യൂ അല്ലെ. പ്ലാന്റ് ടിഷ്യൂസോ പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ, പിന്നെ വാസ്കുലർ ടിഷ്യൂസ് ആയിട്ടുള്ള സൈലവും ഫ്ലോയും. അതായിരുന്നു നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് അല്ലെ. എന്തായിരുന്നു സ്റ്റെം സെൽസ് അല്ലെങ്കിൽ വിത്ത് കോശങ്ങൾ? വൈവിധ്യവൽക്കരിക്കപ്പെടുന്നതിലൂടെ മറ്റു കോശങ്ങളായി മാറാൻ കഴിയുന്ന കോശങ്ങളെയാണ് നമ്മൾ സ്റ്റെം സെൽസ് എന്ന് പറയുന്നത്. ഒരു ഭാഗത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് സ്റ്റെം സെൽസ് അല്ലെങ്കിൽ വിത്ത് കോശങ്ങളുടെ പ്രാധാന്യം എന്താണെന്ന് ചോദിക്കാം. എന്തായിരുന്നു? ഒന്ന് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തേ. ക്യാൻസർ, പാർക്കിൻസൺസ്, അതേപോലെ തന്നെ പ്രമേഹം, പിന്നെ എന്താണ് ആർട്ടിഫിഷ്യൽ ഓർഗൻസുകളുടെയൊക്കെ നിർമ്മാണത്തിലും ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് ആരാണ്? ഈ സ്റ്റെം സെൽസിലുള്ള ഗവേഷണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇല്ലേ? ഗവേഷണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റെം സെൽസ് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് അല്ലെ. അത് പഠിച്ചു വെക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പിന്നെ നമ്മൾ പഠിച്ചു ആനിമൽ ടിഷ്യൂസ്. ഇത് ഏത് ആനിമൽ ടിഷ്യൂ ആണ്? എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ് ഇത് അല്ലെ. എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്, അല്ലെങ്കിൽ ആവരണ കല എന്ന് പറയും. ഇതിന്റെ ഒരു ഫംഗ്ഷൻ എങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങൾക്ക് ചിലപ്പോൾ നേരത്തെ നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിച്ചതുപോലെ തന്നെ ഫിഗർ തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഫംഗ്ഷൻ എഴുതാനോ ആയിട്ട് ചോദിക്കാം. പിന്നെ രണ്ടാമത് തന്നിരിക്കുന്ന ഏതാണ്? നെർവസ് ടിഷ്യൂ ആണ് അല്ലെ. നാഡി കലയാണിത്. മൂന്നാമത് തന്നിരിക്കുന്നത് മസ്കുലർ ടിഷ്യൂ അല്ലെങ്കിൽ പേശി കലയാണ്. നാലാമത് തന്നിരിക്കുന്നത് കണക്റ്റീവ് ടിഷ്യൂ അല്ലെ, യോജക കലകളാണ് നാലാമത് തന്നിരിക്കുന്നത്. ഈ 4 ആനിമൽ ടിഷ്യൂസും എന്താണെന്നും അതിന്റെ ധർമ്മം എന്താണെന്നും അറിഞ്ഞിരിക്കുക, പഠിച്ചിരിക്കുക. അതേപോലെ തന്നെ ഇത് വരയ്ക്കാനും പഠിച്ചിരിക്കണം. പിന്നെ നമ്മൾ പഠിച്ചതായിരുന്നു മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. എന്തായിരുന്നു മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ? പ്ലാന്റ്സിൽ കാണപ്പെടുന്നതാണ് മെരിസ്റ്റമാറ്റിക് സെൽ അല്ലെങ്കിൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറയുന്നത്. ടിഷ്യൂ എന്ന് പറയുന്നത് ഒരു കൂട്ടം സെൽസ്, കോശങ്ങളുടെ ഗ്രൂപ്പിനെയാണ് നമ്മൾ ടിഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറയുന്നത് മെരിസ്റ്റമാറ്റിക് സെല്ലുകളുടെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറയുന്നത്. എവിടെയാണ് കാണപ്പെടുന്നത്? പ്ലാന്റ്സിന്റെ ടിപ്പിലും റൂട്ടിലുമാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് കാണപ്പെടുന്നത്. മെരിസ്റ്റമാറ്റിക് സെല്ലിന്റെ ത്വരഗതിയിലുള്ള വിഭജനം മൂലമാണ് പ്ലാന്റ്സിൽ ഗ്രോത്ത് ഉണ്ടാകുന്നത്. പ്ലാന്റ്സിലെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണ്? മെരിസ്റ്റമാറ്റിക് സെൽസിന്റെ റാപ്പിഡ് ഡിവിഷൻ ആണ് പ്ലാന്റ്സിൽ ഗ്രോത്തിന് കാരണമാകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ അത് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മെരിസ്റ്റമാറ്റിക് സെല്ലിന്റെയും മെച്യൂർ സെല്ലിന്റെയും ഡിഫറൻസ് എന്താണെന്നുള്ളത് പഠിച്ചു വെക്കണം. പിക്ചർ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, ഏകദേശം ഒരു ഐഡിയ കിട്ടും രണ്ടും തമ്മിലുള്ള വ്യത്യാസം അല്ലെ. അത് എന്തായാലും പഠിച്ചു വെക്കണം. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിന്റെയും അല്ലെങ്കിൽ മെരിസ്റ്റമാറ്റിക് സെല്ലിന്റെയും മെച്യൂർ സെല്ലിന്റെയും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് നമ്മൾ പ്ലാന്റ് സെല്ലാണ്. പ്ലാന്റ് സെല്ലിന്റെ സ്ട്രക്ചർ ആണ് അല്ലെ. പ്ലാന്റ് സെല്ലിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കിക്കേ. കോളൻകൈമയുണ്ട്, സ്ക്ലീറൻകൈമയുണ്ട്, സൈലമുണ്ട്, ഫ്ലോയുമുണ്ട്. അപ്പൊ ഇത്
എങ്ങനെയാണെന്ന് ഉള്ളത് വരയ്ക്കാനും ഇതിന്റെ പ്രവർത്തനങ്ങളും പഠിച്ചു വെക്കണം. ഫങ്ഷൻസ് എന്താണെന്ന് പഠിച്ചു വെക്കണം. ഇത് ഏതാണ്? ഇത് ഏത് സെല്ലാണ്, ഇത് ഏത് പ്ലാൻ സെല്ലാണെന്നും അറിഞ്ഞിരിക്കണം അല്ലെ. ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ കാണിച്ചു തന്നിരിക്കുന്ന പോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യനിലും വരിക. ഏതാണെന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം, അത് വരയ്ക്കുകയും ചെയ്യണം, അതേപോലെ തന്നെ അതിന്റെ ഫംഗ്ഷനും പഠിച്ചു വെക്കണം. പിന്നെ സൈലവും ഫ്ലോയും തമ്മിൽ മാറിപ്പോവാൻ പാടില്ല. അതേപോലെ തന്നെയാണ് സ്ക്ലീറൻ കൈമയും കോളൻ കൈമയും പാരൻ കൈമയും തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല, മാറിപ്പോവാൻ പാടില്ല. ഇതിന്റെ ധർമ്മങ്ങളും വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ എല്ലാത്തിന്റെ ധർമ്മം കറക്റ്റ് ആയിട്ട് തന്നെ ഫങ്ഷൻസ് എന്താണെന്ന് പഠിച്ചു വെക്കുക. വാസ്കുലർ ടിഷ്യൂസ്, സൈലം ഫ്ലോയത്തിനെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്, വാസ്കുലർ ടിഷ്യൂസ് എന്നാണ് പറയുന്നത്. ദെൻ ഈ ഡയഗ്രം ഇമ്പോർട്ടന്റ് ആണ്. ഈ ഡയഗ്രം നോക്കി നോക്കുക. വാസ്കുലർ ടിഷ്യൂസ് ഏതൊക്കെയാണ്? സൈലവും ഫ്ലോയുമാണ് വാസ്കുലർ ടിഷ്യൂസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മറ്റ് പ്ലാന്റ് സസ്യകലകൾ ഏതൊക്കെയാണ്? കോളൻ കൈമ, സ്ക്ലീറൻ കൈമ, പാരൻ കൈമയാണ്. അപ്പൊ നമുക്ക് ഇത്രയാണ് ബയോളജിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. 2 ചാപ്റ്ററിന്റെ എങ്ങനെയൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുമെന്ന് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ മക്കൾ നല്ല സെറ്റ് ആയിട്ട് പഠിച്ച് ഫുൾ മാർക്ക് വാങ്ങിയിട്ട് വരണം അല്ലേ? നിങ്ങൾ റെഡി അല്ലേ? ഫുൾ മാർക്ക് വാങ്ങണം കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.
വർണ്ണകണം എന്ന് പറയൂലേ, വർണ്ണകണം. ഏത് കളറാണ് കൊടുക്കുന്നത്? ക്രോമോ, വർണ്ണം കൊടുക്കുക, കളർ കൊടുക്കുക, ഓർത്ത് വെക്കുക. അതായത് ഫ്രൂട്ട്സിനും ഫ്ലവേഴ്സിനും കളർ കൊടുക്കുന്നത് ആരാണ്? ക്രോമോപ്ലാസ്റ്റ് ആണ്, വർണ്ണകണമാണ്. അതേപോലെ തന്നെ സാന്തോഫിൽ പിഗ്മെന്റ് യെല്ലോ കളർ കൊടുക്കുന്നു, കെരോട്ടിൻ യെല്ലോയിഷ് ഓറഞ്ച്, ആന്തോസൈനിൻ റെഡും പർപ്പിൾ നിറം കൊടുക്കുന്നു. ഇത് എന്തായാലും പഠിച്ചു വെക്കണം കേട്ടോ, ഏത് കളറാണ് കൊടുക്കുന്നത് എന്നുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കാം. സാന്തോഫിൽ എന്ന് തന്നിട്ടുണ്ടാകും, സാന്തോഫിൽ എന്ന് തന്നിട്ട് യെല്ലോ എന്ന് തന്നിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ കെരോട്ടിൻ ഏത് കളർ കൊടുക്കും എന്നുള്ളതായിരിക്കും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കുക. 1 വേർഡിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ മോഡലുള്ള ക്വസ്റ്റ്യൻസ്